Okay, good morning students. നമ്മൾ ബ്ലോക്ക് 1 കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് കടക്കാൻ പോകുന്നത് ബ്ലോക്ക് 2 പാർട്ട് 5 അക്കൗണ്ടിംഗ് പ്രോസസ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ചാപ്റ്റർ. അക്കൗണ്ടിംഗ് പ്രോസസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ജേണൽ ആൻഡ് ലെഡ്ജർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു മെയിൻ ടേം ആണ് ഈ ജേണൽ, ലെഡ്ജർ, ജേണൽ എൻട്രിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ അത് ആ ഓരോ ബേസിലാണ് ലാസ്റ്റ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം വാട്ട് ഈസ് ജേണൽ. ജേണൽ എന്താണെന്ന് പഠിക്കാം. ജേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ജേണൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ജേണൽ വേർഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ജോർ. ഓക്കെ, ജേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻസ് ഡെയിലി റെക്കോർഡ്. ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു ഡെയിലി റെക്കോർഡാണ്. നമ്മൾ ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസ് ഡെയിലി ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ, അതായത് നമ്മൾ അന്നന്ന് നടന്ന ഡേറ്റ് വൈസ് ആയിട്ട് ഓരോ ഡേറ്റ് കറക്റ്റ് ആ ക്രോണോളജിക്കൽ ഓർഡർ അത് കറക്റ്റ് ആ ഫോർമാറ്റ് ആയിരിക്കും അത് കീപ്പ് ചെയ്യുക. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ ഡെയിലി റെക്കോർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജേണൽ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ജേണൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. Journal means daily record. It is the daily record of business transactions in chronological order. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, it is a chronological record in the sense that transactions are recorded in the journal in the order in which they occur, that is in the order of dates. അതായത് ഞാൻ പറഞ്ഞില്ലേ, ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റ് വൈസ് ആയിട്ട് കറക്റ്റ് ഓരോ ഡേറ്റ് കറക്റ്റ് ആയിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ നമ്മൾ ഷഫിൾ ചെയ്ത് എഴുതാൻ പാടില്ല. കറക്റ്റ് ഡേറ്റ് വൈസ് ആയിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ ഡെയിലി റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജേണൽ എന്ന് പറയുന്നത്. പിന്നെ ജേണൽ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ ദ ജേണൽ. നമ്മൾ ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുക എവിടെയാണ്? ജേണലിലാണ്. അതുകൊണ്ട് തന്നെ ജേണലിനൊരു പ്രൈമറി ബുക്കായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇൻ ഷോർട്ട് ജേണൽ ഈസ് പ്രൈമറി റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ജേണൽ എന്ന് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻ്റെ ഒരു പ്രൈമറി റെക്കോർഡാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായോ വാട്ട് ഈസ് ജേണൽ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് ഇതെന്നത്? ഇറ്റ് ഈസ് എ പ്രൈമറി റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. അതേപോലെ ഇത് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ഫോർമാറ്റ് എങ്ങനെയാണ്? പിന്നെ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദി ക്രോണോളജിക്കൽ ഓർഡർ. ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഡെയിലി ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജേണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ജേണൽ. നമുക്ക് മുന്നോട്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ജേണലൊക്കെ പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജേണലിൻ്റെ ഫോർമാറ്റാണ്. ഇങ്ങനെയായിരിക്കും ഒരു ജേണലിൻ്റെ ഫോർമാറ്റ് ഉണ്ടാവുക. അതായത് നമ്മൾ ജേണൽ വരയ്ക്കുമ്പോൾ ഇതുപോലെ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ജേണലിൽ നമുക്ക് ഫസ്റ്റ് എന്താ ഉണ്ടാവുക? ഡേറ്റ് കോളം ഉണ്ടാവും. ഫസ്റ്റ് ഡേറ്റ്, സെക്കൻഡ് കോളാണ് പെർട്ടിക്കുലർ, ദെൻ ലെഡ്ജർ ഫോളിയോ, ദെൻ ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം. ഇതാണ് ഒരു ജേണലിൻ്റെ ഫോർമാറ്റ്. ഇത് ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് നമ്മൾ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൽ നമുക്ക് ഡേറ്റ് ആയിരിക്കും. ദെൻ സെക്കൻഡ് കോളം പെർട്ടിക്കുലേഴ്സിലാണ് നമ്മൾ എന്തെല്ലാം ട്രാൻസാക്ഷൻസ് ബിസിനസ്സിൽ നടന്നത് അത് റെക്കോർഡ് ചെയ്യുക എവിടെയായിരിക്കും. ദെൻ അതിൻ്റെ ഡെബിറ്റ് എമൗണ്ട്, ആ ട്രാൻസാക്ഷൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് പോകും. ഓക്കെ, ദെൻ എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ടൈപ്സ് ഓഫ് ജേണൽ. ടൈപ്സ് ഓഫ് ജേണലിൽ പഠിക്കാനുള്ളത് നമുക്ക് എന്താണ്? ജേണൽ എൻട്രീസ്. ഒരു ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ജേണൽ എൻട്രീസിൽ നമ്മൾ പഠിക്കുകയാണെന്നെങ്കിൽ നമുക്ക് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഗുഡ്സ് ക്യാഷിന് പർച്ചേസ് ചെയ്തു. ആ സമയത്ത് നമ്മളെ ബിസിനസ്സിൻ്റെ എൻട്രി എന്തായിരിക്കും? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് പർച്ചേസ് ചെയ്യുമ്പം പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇങ്ങനെയായിരിക്കുമല്ലോ നമ്മളെ ജേണൽ എൻട്രി വരിക അല്ലേ?
അതായത് ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്തിന്, ക്യാഷിന്. അപ്പോൾ നമുക്ക് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടു ക്യാഷ് എന്താണ് വന്നത്, പർച്ചേസ് ഓഫ് ഗുഡ്സ് വരുന്നത് കേട്ടോ അവിടെ. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്നാണ് വരിക. അതെങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രിയിൽ റെക്കോർഡ് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ഏത് ഡേറ്റിനാണോ അത് നടന്നത് ആ ഡേറ്റ് ഇവിടെ ഇടാം. ഇപ്പം ഇന്നത്തെ ഡേറ്റ് വരുന്നത് 16 അല്ലേ. അപ്പോൾ 16/6/25 അപ്പോൾ ഡേറ്റ് ഇടുക. ദെൻ പർട്ടിക്കുലേഴ്സിൽ നമ്മൾ എന്താ എഴുതുക, ഈ ട്രാൻസാക്ഷൻസ് അതേപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്ന് വരും. അതിൽ ഡെബിറ്റിൽ എന്താണുള്ളത് വെച്ചാൽ അത് എമൗണ്ട് എത്രയാണ്, ഒരു 10,000 ആണെങ്കിൽ 10,000, ക്രെഡിറ്റിൽ എത്രയാണെന്ന് വെച്ചാൽ 10,000 ആണെങ്കിൽ 10,000. അങ്ങനെയായിരിക്കും ജേണൽ പ്രിപ്പയർ ചെയ്ത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ, പോകെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ടൈപ്സ് ഓഫ് ജേണലിൻ്റെ ടൈപ്സ് ആണ്. നമ്മൾ 2 ടൈപ്പാണ് ഉണ്ടാവുക, സിമ്പിൾ ജേണൽ എൻട്രിയും ദെൻ കോമ്പൗണ്ട് ജേണൽ എൻട്രിയും. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ജേണൽ എൻട്രി, കോമ്പൗണ്ട് ജേണൽ എൻട്രി. നമുക്കൊന്നുമില്ല, നമ്മൾ ആ പേര് പോലെ തന്നെ ട്രാൻസാക്ഷൻസ് ഒരൊറ്റ ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ സിമ്പിളായി ജേണൽ എൻട്രിയിലും, കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരേ എമൗണ്ടിൽ ഒരേ ഡേറ്റിന് ഒന്നിലധികം ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുക കോമ്പൗണ്ട് ജേണൽ എൻട്രി ആയിട്ടായിരിക്കും. ഓക്കെ. സിമ്പിൾ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഇഫ് എ ജേണൽ എൻട്രി കണ്ടെയ്ൻസ് ഓൺലി 1 ഡെബിറ്റ് ആൻഡ് 1 ക്രെഡിറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് സിമ്പിൾ ജേണൽ എൻട്രി. അതായത് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രം ഉള്ളൊരു ട്രാൻസാക്ഷൻസിനെ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, സിമ്പിൾ ജേണൽ എൻട്രി. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെയ്ഡ് റെൻറ്റ്. അപ്പം ഇതിന് സിമ്പിൾ ജേണൽ എൻട്രിക്ക് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെയ്ഡ് റെൻറ്റ് പെയ്ഡ് ചെയ്തു, പെയ്ഡ് റെൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് റെൻറ്റ് പെയ്ഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, അതിൻ്റെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് വരിക, റെൻറ്റ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം റെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് നമുക്ക് പോവുക ചെയ്യുന്നത്. അപ്പം ആ എൻട്രീനെയാണ് നമ്മൾ സിമ്പിൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എത്രയാ, റെൻ്റ് ഒരു 1000 രൂപ കൊടുത്താൽ 1000 to 1000. അങ്ങനെയായിരിക്കും സിമ്പിൾ ജേണൽ എൻട്രിയിൽ വരുന്നത്. ദെൻ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ജേണൽ എൻട്രി മനസ്സിലായില്ലേ? അടുത്തത് നമ്മൾ കോമ്പൗണ്ട് ജേണൽ എൻട്രി. കോമ്പൗണ്ട് ജേണൽ എൻട്രി പറഞ്ഞാൽ വെൻ 2 or more transactions of similar nature occurring on the same day are recorded by means of a combined entry, it is known as compound entry. എന്താണ് കോമ്പൗണ്ട് എൻട്രി എന്ന് പറഞ്ഞാൽ? 2 or അതിലധികമോ ട്രാൻസാക്ഷൻസ് സിമിലർ നാച്ചുറലുള്ള ഒരേ ഗ്രൂപ്പിൽപ്പെട്ട 2 or അതിലധികമോ ട്രാൻസാക്ഷൻസ് ഒരേ ഡേറ്റിലും ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുക എങ്ങനെയാണ്, കോമ്പൗണ്ട് ജേണൽ എൻട്രി ആയിട്ടായിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, പെയ്ഡ് റെൻറ്റ്, ഇതേ എക്സാമ്പിൾ തന്നെ പറയാം. പെയ്ഡ് റെൻറ്റും എന്ന് ഒരു 10/10 റെൻറ്റ് പേ ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എൻട്രി റെക്കോർഡ് ചെയ്യുക, റെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്. അതേ ഡേറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അതേ ഡേറ്റിന് തന്നെ നമ്മൾ സാലറി പേ ചെയ്തു. ഓക്കെ, 24 കഴിച്ചോ. അതേ ഡേറ്റിൽ തന്നെ 10/10 തന്നെ നമ്മൾ എന്തും കൊടുത്തു, സാലറിയും കൊടുത്തു. ഒരാൾക്ക് ഒരേ ഡേറ്റിൽ റെൻറ്റും കൊടുത്തു, സാലറി കൊടുത്തു. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എൻട്രി വരുന്നത്? റെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്, അതേപോലെ തന്നെ സാലറി അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്, അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഒരേ നാച്ചുറൽ അല്ല ഇതിനുള്ളത്, ടു ക്യാഷ് ആണ് വരുന്നത് രണ്ടിനും. ഇതിന് പെയ്ഡ് റെൻറ്റ് എന്ന് പറയുമ്പോൾ റെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്ന് വരും. പെയ്ഡ് സാലറി എന്ന് പറയുമ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്. അപ്പോൾ ഇത് രണ്ടും ഒരേ നാച്ചുറൽ അല്ലേ, ടു ക്യാഷ് ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ ഇത് 2 എൻട്രി ആയിട്ട് എഴുതാതെ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്.
അങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എമൗണ്ട് വരിക? സാലറി ഇപ്പോൾ ഒരു 500 കൊടുത്തത്, റെൻ്റ് ഒരു 500 കൊടുത്തതെന്ന് വയ്ക്കുക. സാലറി ഒരു 1000 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എഴുതുക നമ്മൾ? റെൻറ്റിൽ റെൻ്റ് അക്കൗണ്ട് എക്റ്റർ ടു ഒരു 500 എഴുതും, സാലറി അക്കൗണ്ട് ഒരു 1000 എഴുതും. ടു ക്യാഷിൽ എങ്ങനെ എഴുതുക? ഇത് രണ്ട് എമൗണ്ടും 1000 500 കൂടി കൂട്ടി 1500 എന്നാണ് നമ്മൾ എവിടെ എഴുതേണ്ടത്? ക്യാഷിൽ എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അതാണ് കോമ്പൗണ്ട് എൻട്രി. ഒരേ നാച്ചുറലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ആണെങ്കിൽ, ഒരേ ഡേറ്റിലാണ് ട്രാൻസാക്ഷൻസ് നടന്നെങ്കിൽ നമ്മൾ അതിനെ കമ്പൈൻ ചെയ്തിട്ട് എഴുതും. അതിനാണ് നമ്മൾ കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത്. സിമ്പിൾ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടായിരിക്കും ട്രാൻസാക്ഷന്. അതിനെ നമ്മൾ അങ്ങനെ എഴുതുന്നതാണ് സിമ്പിൾ ജേണൽ എൻട്രി. അപ്പോൾ ഇതാണ് ഒരു ജേണൽ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? ജേണലാണ്. ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രൈമറി റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. എങ്ങനെയായിരിക്കും? ഇറ്റ് റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. ജേണലിൻ്റെ ഫോർമാറ്റ് ഒരു ഡേറ്റ് കോളം ഉണ്ടായിരിക്കും, പെർട്ടിക്കുലേഴ്സ് കോളം ഉണ്ടായിരിക്കും, ലെഡ്ജർ ഫോളിയോ ഉണ്ടായിരിക്കും, ഡെബിറ്റും ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ദെൻ ജേണൽ എന്ന് പറഞ്ഞാൽ 2 ടൈപ്സ് ഓഫ് ജേണൽ, 2 ടൈപ്പ് ഉണ്ടായിരിക്കും. സിമ്പിൾ ജേണൽ എൻട്രി, കോമ്പൗണ്ട് ജേണൽ എൻട്രി. സിമ്പിൾ ജേണൽ എൻട്രിയിൽ നമുക്ക് 1 ഡെബിറ്റ് ആൻഡ് 1 ക്രെഡിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കോമ്പൗണ്ട് ജേണൽ എൻട്രിയിൽ സിമിലർ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻസ് ഓൺ ഒക്കറിങ് ഇൻ ദ സെയിം ഡേറ്റ് ആണെങ്കിൽ അത് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും എഴുതുക. അപ്പോൾ അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ ടു ക്യാഷിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് കോളത്തിൻ്റെ എമൗണ്ട് ഒക്കെ ടോട്ടൽ ചെയ്തിട്ട് ആ എമൗണ്ട് ആയിരിക്കും ക്യാഷിൽ വരിക. ഓക്കെ, അപ്പോൾ അതാണ് ജേണൽ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ.